നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വേദനയില്ലാത്ത പ്രസവത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. എപ്പിഡ്യൂറൽ അനസ്തേഷ്യയെക്കുറിച്ച് അറിയാൻ നമുക്കിപ്പം ചേരുന്നത് മലപ്പുറം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ PG പ്രവീൺ ആണ്. തൈക്കാട് കേരള സ്റ്റേറ്റ് ട്രെയിനിംഗ് സെന്ററിലെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ അപ്പെക്സ് ട്രോമ സെന്ററിലെയും ഫാക്കൽറ്റി കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഈ വേദനരഹിത സുഖപ്രസവത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. എന്താണ് ഈ വേദനരഹിത സുഖപ്രസവം? അതുപോലെ എന്താണ് ഇതിൻ്റെ മെത്തേഡ്? വേദനരഹിത സുഖപ്രസവം എന്ന ആശയം ഇന്നൊന്നുമല്ല, അത് കുറേ നാളുകൾക്ക് മുൻപ് തുടങ്ങിയതാണ്. ആദ്യകാലങ്ങളിൽ ഇതിന് പല രീതിയിലുണ്ട്. മരുന്നുകൾ കൊടുത്തുകൊണ്ടുള്ള സുഖപ്രസവവും മരുന്നില്ലാതെ മറ്റ് രീതിയിൽ വേദന മാറ്റിക്കൊണ്ടുള്ള സുഖപ്രസവവും, ഇത് രണ്ടുമായിരുന്നു. അതിനെ നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് പണ്ട് കേട്ടിട്ടുണ്ടാവും. പാട്ടിടുക, ലേബർ റൂമിനകത്ത് പാട്ട് കേൾപ്പിക്കുക, പേഷ്യൻറ്റിനെ കൊണ്ട് ശ്വസന രീതി എന്ന് വെച്ചാൽ അവർ ശ്വാസം വിടുന്ന രീതിയിൽ മോഡുലേഷൻ ഉണ്ടാക്കി പെയിൻ ഇല്ലാതാക്കുക, ഇങ്ങനെ പല രീതിയിൽ ഇത് തുടർന്നുകൊണ്ടിരുന്നു. എന്നാലും 2000-ന് ശേഷമാണ് ഇതിനകത്തൊരു സുപ്രധാനമായ ചേഞ്ച് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് എപ്പിഡ്യൂറൽ അനാൽജേസിയ. ഇത് ആക്ച്വലി നമ്മൾ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്ന അനസ്തേഷ്യയുടെ ഒരു ഭാഗം, മയക്കത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ മാറ്റി എപ്പിഡ്യൂറൽ അനാൽജേസിയ എന്നുള്ള രീതിയിൽ പേഷ്യൻറ്റിന് വേദനരഹിതമായിട്ട് നമുക്ക് പ്രസവിപ്പിക്കാം എന്നുള്ളൊരു ആശയത്തിലോട്ട് വരുന്നത് 2000-ന് ശേഷമാണ്. 2005-ന് ശേഷം ഇത് പല സ്ഥലങ്ങളിലും വ്യാപകമായി ചെയ്തു വന്നെങ്കിലും കേരളത്തിൽ ഇതൊരു 2010 കൂടിയാണ് ഇത് വളരെ സജീവമാകുന്നത്. ഇന്ന് ഒരുവിധമുള്ള എല്ലാ ആശുപത്രികളിലും, ഗവൺമെൻറ് ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും എപ്പിഡ്യൂറൽ അനാൽജേസിയ സുഖമായി എല്ലാ പ്രസവത്തിനും നടന്നു. പല പരസ്യങ്ങളിൽ പോലും അത് കൊടുത്ത് വേദനരഹിത പ്രസവം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ രീതി മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നും താഴോട്ടിരുന്ന സ്പൈനൽ കോഡ് അല്ലെ, സുഷുമ്നാദിക്ക് ചുറ്റും 3 ലെയർ കവറിങ്സ് ഉണ്ട്. മെനിഞ്ചസ് എന്ന് പറയും. അതിന് ഏറ്റവും പുറത്തുണ്ടാകുന്ന കവറിങ്ങിന് ഡ്യൂറാമീറ്റർ എന്ന് പറയും. അതിന് പുറത്തായിട്ട് മരുന്ന് നിക്ഷേപിക്കുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ, രോഗി ലേബർ റൂമിലോട്ട് വരുമ്പോൾ അത് പല രീതിയിൽ ലേബർ റൂമിൽ വരാം. ഒന്നെങ്കിൽ വേദനയായിട്ട്, പ്രസവ വേദനയുടെ ആരംഭത്തിൽ ലേബർ റൂമിൽ വരാം, അല്ലെങ്കിൽ പ്രസവിപ്പിക്കാനായിട്ട് ഇൻഡക്ഷൻ എന്ന് പറയും, മരുന്ന് വെച്ച് പ്രസവ വേദന വരുത്താനായിട്ട് ലേബർ റൂമിൽ വരാം. ഇതിലേതാണെങ്കിലും രോഗി ലേബർ റൂമിനകത്തോട്ട് വരുന്നതിന് ശേഷം വരുമ്പോഴേ എപ്പിഡ്യൂറൽ അനാൽജേസിയയ്ക്ക് വേണ്ടി നമ്മൾ ആ കത്തീറ്റർ ഇട്ട് വെക്കുന്നു. അത് ഒരു വളരെ എസെപ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ യാതൊരു അണുബാധയും ഉണ്ടാകാതെ വളരെ ശ്രദ്ധിച്ചുള്ള രീതിയിൽ ഒരു അനസ്തേഷ്യ കൊടുക്കുന്നത് പോലെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡ്യൂറാമീറ്ററിന് പുറത്ത്, നട്ടലിന് പുറത്ത് വരുന്ന ഡ്യൂറാമീറ്ററിൻ്റെ പുറത്തുള്ള ഭാഗത്ത് ഒരു കത്തീറ്റർ വെച്ച് കണ്ടുപിടിച്ച ശേഷം അതിനകത്തൊരു നീഡിൽ വെച്ച് കണ്ടുപിടിച്ച് അതിനകത്തൂടെ ഒരു കത്തീറ്റർ ഇട്ട് വെക്കുകയാണ് ആദ്യത്തെ ജോലി. അപ്പം പ്രസവിക്കാൻ ഒരു രോഗി ലേബർ റൂമിൽ കയറിയാൽ ആക്ച്വലി അവരെ 3 രീതിയിൽ പറയും. ലേറ്റൻറ്റ് ഫേസ് എന്ന് പറയും, ആക്റ്റീവ് ഫേസ് എന്ന് പറയും, പിന്നെ പോസ്റ്റ് ഡെലിവറി. അപ്പം അതിനകത്തെ ലേറ്റൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയവ്യത്യാസമുണ്ട്. ഒരു പ്രൈമി അല്ലെങ്കിൽ ആദ്യമായി പ്രസവിക്കാൻ വരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഈ ലേറ്റൻറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രസവ സമയം എന്ന് പറയുന്നത് ഏകദേശം 8 മുതൽ 12 മണിക്കൂർ വരെ പോവാം. അത് ഒന്നിൽ കൂടുതൽ പ്രസവം കഴിഞ്ഞാൽ മൾട്ടി ആണെങ്കിൽ ഒരു 6 മണിക്കൂർ, 4 മുതൽ 6 മണിക്കൂർ വരെ. ഈ സമയം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എന്നാലും ഈ ഇത്രയും സമയം നേരത്തിന് മുൻപ് തന്നെ നമ്മൾ ഈ ലേറ്റൻറ്റ് ഫേസിൽ തന്നെ എപ്പിഡ്യൂറൽ ഇട്ട് വെക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പിന്നീട് വേദന വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിനെ നമുക്കിത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലേബർ റൂമിൽ കയറുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എപ്പിഡ്യൂറൽ കത്തീറ്റർ ഇട്ട് വെക്കും. അതിനുശേഷം അതിനകത്തൂടെ ഏറ്റവും ചുരുങ്ങിയ ഡോസിലുള്ള മരുന്നാണ് കൊടുക്കുന്നത്. മരുന്നും ഒരു ചെറിയൊരു ഓപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോർഫിൻ പോലെ ഫെൻറ്റാനിൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അത് വളരെ ചുരുങ്ങിയ ഡോസിൽ കൊടുത്ത ശേഷം പേഷ്യൻറ്റിനെ സാധാരണ എങ്ങനെയാണോ പ്രസവിക്കാനായി വിടുന്നത് അതുപോലെ നടക്കാനായി അനുവദിക്കും. വാക്കിംഗ് എപ്പിഡ്യൂറൽ എന്നാണ് ഇതിന് കൂടുതലായി ഞങ്ങളുടെ കുറച്ചും കൂടെ നല്ല മെഡിക്കൽ ടേംസ് പറയുന്നത്, വാക്കിംഗ് എപ്പിഡ്യൂറൽ. അപ്പം ആദ്യത്തെ പ്രൈമി വന്ന് ആദ്യ സ്റ്റേജിൽ കയറിയാൽ എപ്പിഡ്യൂറലിട്ട് മിനിമം ഡോസ് മരുന്ന് അതിലൂടെ നൽകിയ ശേഷം പേഷ്യൻറ്റിനെ നടക്കാനായിട്ട് അനുവദിക്കും. അപ്പം പ്രോഗ്രസീവ് എന്ന് വെച്ചാൽ അവരുടെ യൂട്രസിൻ്റെ കൺട്രാക്ഷൻ കൂടുന്നു, സർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഖം വികസിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നു. സ്റ്റേജ് അടുത്തത് മാറി 4 സെൻറ്റിമീറ്റർ ഗർഭാശയ മുഖം അല്ലെങ്കിൽ സർവിക്സ് ഡയലറ്റേഷനും ഈ യൂട്രസിനുണ്ടാവുന്ന കൺട്രാക്ഷൻ അതൊരു 45 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന കൺട്രാക്ഷൻ ആകുമ്പം നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നിൻ്റെ ഡോസ് നമ്മൾ പതുക്കെ കൂട്ടുന്നു. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ പ്രത്യേക രീതിയിൽ സംഭവിക്കുന്നത്, ഈ നമ്മുടെ പേഷ്യൻറ്റിന് വേദന എന്താണെന്ന് അറിയത്തില്ല, പകരം എന്തോ അകത്ത് മുറുങ്ങുന്നൊരു രൂപം മാത്രം അല്ലേ. അപ്പോൾ അവരതനുസരിച്ച് ഓരോ തവണ യൂട്രസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തോ അകത്ത് ചുരുങ്ങുന്ന ഒരു ഫീലിംഗ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. വേദന യാതൊന്നും ഉണ്ടാവില്ല. സുഖമായി അവർക്ക് വേദനയില്ലാതെ പ്രസവിക്കാനും സാധിക്കും.
പക്ഷേ ഇതെല്ലാം പറയുകയാണെങ്കിലും ഇതിനൊക്കെ ഓരോ പോംവരിയും അതെല്ലാം ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏത് രോഗിയാണോ ഒരു ഡോക്ടറോട് എനിക്ക് വേദനരഹിത ശസ്ത്രക്രിയ പ്രസവം വേണം എന്ന് ചോദിക്കാൻ പോകുന്നത്, ആ രോഗി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ഒന്ന്, ഇത് ചെയ്യുമ്പോഴുള്ള പ്രധാന പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞു, പ്രൈമി ആണെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ വരെ എടുക്കും പ്രസവ സമയം. പക്ഷേ എപ്പിഡ്യൂറൽ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതിന് കുറച്ചും കൂടെ ലെങ്ത്ത് കൂടാം. ചിലപ്പോൾ സമയം 10-15 മണിക്കൂർ വരെയൊക്കെ പ്രസവ സമയം നീണ്ടുപോകും. കാര്യം വേദനയില്ലാതെ കിടക്കുമ്പം വരുന്നതിനനുസരിച്ച് സാധാരണ ഒരു പ്രസവത്തിന് രോഗിയുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും വേണം. രോഗിയോട് പറയും, അവർ ആ വേദനയ്ക്കനുസരിച്ച് ബെയർ ഡൗൺ ചെയ്യാനും താഴോട്ട് തള്ളാനും പറയും. പക്ഷേ വേദനയില്ലാതെ വരുമ്പം ഇതൊന്നും ചെയ്യണമെന്നില്ല, വളരെ സുഖമായിട്ട് കിടന്നു പോകാം. അത് രോഗിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പം ഈ നോർമലി തീരുന്ന സമയത്തിനുള്ളിൽ പ്രസവം നടക്കണമെന്നില്ല, പ്രസവത്തിൻ്റെ സമയം നീണ്ടുപോകാം. അത് ഇതിനകത്തെ ഒരു ബുദ്ധിമുട്ടാണ്. രണ്ടാമത് വരുന്ന ബുദ്ധിമുട്ട്, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ രോഗി ഇതിനോട് യാതൊരു തരത്തിലും സഹകരിക്കാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ രോഗി പ്രസവത്തിനായി യാതൊരു സഹായവും ചെയ്യാത്ത സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഈ സുഖപ്രസവം മാറി അതൊരു സിസേറിനായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം സിസേറിയൻ ചാൻസ് കൂടുതലും എപ്പിഡ്യൂറൽ അനാൽജേസിയയിൽ വരാനുണ്ട്. അതും ലെങ്ത് ഓഫ് എന്ന് വെച്ചാൽ എത്ര ഡ്യൂറേഷനാണോ അതും കൂടാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും സാധാരണ രീതിയിൽ ഈ പെയിൻലെസ് ലേബർ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ അനാൽജേസിയ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ സാധാരണമായി കാണാറുള്ള 2 കോംപ്ലിക്കേഷൻസ് ആണ്. അത് ആദ്യമേ രോഗിയോട് ഒരുവിധം എല്ലാ ആശുപത്രികളിലും ആദ്യമേ പറഞ്ഞു കൊടുക്കും, ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു സമ്മതപത്രം എഴുതിപ്പിച്ചിട്ട് ശേഷം മാത്രമേ ഇത്തരം പ്രൊസീജിയറുകൾക്കായിട്ട് നമ്മൾ പേഷ്യൻസിനെ എടുക്കാറുള്ളൂ. 2, ഇത് എങ്ങനെ ഇടാം, ഏത് ഹോസ്പിറ്റലിൽ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും WNCകളിലും ഒക്കെ വളരെ സുലഭമായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും, പ്രൈവറ്റുകളിലെല്ലാം ഉണ്ട്. ഈ കാര്യം, ഇത്തരം അനാൽജേസിയ കൊടുക്കുന്ന സമയത്ത് ഒരു ഗൈനക്കോളജി ഡോക്ടർ മാത്രം പോരാ, ഒരു അനസ്തീഷ്യ ഡോക്ടറും കൂടെ ഈ രോഗി പ്രസവിക്കുന്ന സമയം മുഴുവൻ ആ ആശുപത്രിയിൽ അല്ലെങ്കിൽ ആ ലേബർ റൂമിനകത്ത് കാണണം. ആ ലേബർ റൂമിൽ ഒരു അനസ്തീഷ്യ ഡോക്ടറുടെ പ്രസൻസും കൂടെ അത്യാവശ്യം. കാര്യം, ഇത് കൊടുക്കുമ്പം സംഭവിക്കാവുന്ന ചെറിയ പ്രശ്നങ്ങൾ, ചിലപ്പോൾ BP കുറയാം, അല്ലെ ബ്ലഡ് പ്രഷറിൽ വരുന്ന ചേഞ്ചസ് വരാം, പേഷ്യൻറ്റിന് ഉറങ്ങിപ്പോവാം. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിൽ വരാം. അപ്പോൾ ആ സമയത്ത് മുഴുവൻ കുഞ്ഞ് പ്രസവിച്ച് തീരുന്നത് വരെ ഒരു അനസ്തീഷ്യ ഡോക്ടറുടെ സേവനം ഇവിടെ അത്യാവശ്യമാണ്. അതും പലപ്പോഴും നമ്മുടെ ഈ ചെറിയ ആശുപത്രികളിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാലും ഇപ്പോൾ കൂടിക്കൂടി വരുന്ന എല്ലാ ആശുപത്രികളും ആവശ്യത്തിന് ഡോക്ടർമാർ വരുന്നതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. എന്തെങ്കിലും ചോദ്യങ്ങൾ? നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്ന് അനുശ്രീയാണ്. അനുശ്രീ ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഞാനിപ്പോൾ 36 വീക്സ് പ്രഗ്നന്റ് ആണ്. എൻ്റെ BP തുടക്കം തൊട്ടേ വളരെ കുറവാണ്, 90-60s തുടക്കം തൊട്ടേ BP. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എപ്പിഡ്യൂറൽ സജസ്റ്റീവ് ആണോ? അങ്ങനെയുള്ളവർക്ക് അത് ഇട്ടാൽ വീണ്ടും പ്രഷർ ഡ്രോപ്പ് ആയാൽ നമ്മൾ ടോട്ടലി അൺകോൺഷ്യസ് ആവില്ല ആ സമയത്ത്? ഇല്ല അനുശ്രീ, അതിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് ആദ്യം ഞാൻ പറയാം. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ അല്ല, ഇത് അനാൽജേസിയാണ് കൊടുക്കുന്നത്. ആ എപ്പിഡ്യൂറൽ ഇതിലൂടെ നമ്മൾ കൊടുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡോസാണ്. ആ ഡോസിൽ നമുക്കൊരു അനസ്തേഷ്യ സൈഡിൽ വരുമ്പം 3 തരത്തിൽ നമുക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാം. ഒന്ന് സെൻസറി ബ്ലോക്ക് എന്ന് പറയും, എന്ന് വെച്ചാൽ തൊട്ടുള്ളതും വേദനയും ബ്ലോക്ക് ചെയ്യുന്നത്. രണ്ടാമത് മോട്ടോർ ബ്ലോക്ക്, സിമ്പതറ്റിക് ബ്ലോക്ക്. ഈ സിമ്പതറ്റിക് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ ഡോസ് കൂടുന്നതനുസരിച്ചാണ്, മരുന്നിൻ്റെ ഡോസ് കൂടുന്നതനുസരിച്ചാണ് ഈ ബ്ലോക്കുകൾ വരുന്നത്. ഇതിനകത്ത് സിമ്പതറ്റിക് ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ മാത്രമേ BP ഫോളൊക്കെ വരുള്ളൂ. സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ വരുന്നത്, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ വരുന്നത്. ഇതിനകത്ത് നമ്മൾ എപ്പിഡ്യൂറൽ അനാൽജേസിയ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ലേബർ അനാൽജേസിയ. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന ഡോസ് വളരെ ചുരുക്കം. ആ ചെറിയ ഡോസിൽ ഒരു BP ഫോളൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ 2, ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത്തരം പ്രൊസീജിയറിലോട്ട് പോകുമ്പോൾ ഒരു വിദഗ്ധനായ ഡോക്ടർ, അത് എപ്പോഴും ഒരു ജൂനിയർ ഡോക്ടറെ കൊണ്ട് സാധിക്കാറില്ല, ഒരു വിദഗ്ധനായ ഡോക്ടർ അത്യാവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് BPക്ക് കുറവ് വരുമൊന്നുമില്ല. BP കുറവുള്ളത് കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമവും ഇല്ല. പറഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എപ്പിഡ്യൂറലിനെ കുറിച്ച് ബാക്കി പറയുകയാണെങ്കിൽ ഇത് പണ്ട് ഞാൻ പറഞ്ഞിരുന്നതിന് മുൻപ് പലതരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എൻറ്റനോക്സ് എന്ന് പറയും. എൻറ്റനോക്സ് എന്ന് പറഞ്ഞാൽ നൈട്രസ് ഓക്സൈഡും ഓക്സിജനും കൂടെ ചേരുന്ന ഒരു മിക്സ്ചറാണ്. 50-50 രൂപത്തിൽ വരും. അതൊരു പ്രീഫോംഡ് സിലിണ്ടറിനകത്ത് വരും. അത് രോഗിയെ മണപ്പിക്കും. അതിലൂടെ രോഗി ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഒരു ഉറക്ക ലക്ഷണത്തിലോട്ട് വരും. എന്നിട്ട് പ്രസവിപ്പിക്കും, വേദനയില്ലാതെ പ്രസവിപ്പിക്കും. ഇങ്ങനെയുള്ള ശീലങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറിയെങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ എൻറ്റനോക്സ് ഉപയോഗിക്കുന്നുണ്ട്. എൻറ്റനോക്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. സീവോക്സ് എന്ന് പറഞ്ഞ് വേറെയും സാധനങ്ങളുണ്ട്. പക്ഷേ എന്തെല്ലാം ആണെങ്കിലും ഒരു അനസ്തീഷ്യ ഡോക്ടർ എന്നുള്ള
രീതിക്ക് ലേബർ അനാൽജീസിയയിൽ എപ്പോഴും ഏറ്റവും നല്ലതായിട്ട് പോകാൻ പറ്റുന്നത് നമ്മുടെ എപ്പിഡ്യൂറൽ അനാൽജീസിയ തന്നെയാണ്. എപ്പിഡ്യൂറൽ അനാൽജീസിയയുടെ ഏറ്റവും വലിയ ഗുണങ്ങളും ഇതാണ്. ഈ പേഷ്യൻറ്റിനെ വളരെ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും ഡോക്ടറുണ്ട്, അനസ്തീഷ്യ ഡോക്ടർ ഫുൾ സമയമുണ്ട്, ഗൈനക്കോളജി ഡോക്ടർ ഫുൾ സമയമുണ്ട്. അത് മാത്രമല്ല കുഞ്ഞിന് അപകടം വരുന്നില്ല. കാര്യം ഈ മറ്റ് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ മണപ്പിക്കുന്ന എൻറ്റനോക്സ് പോലുള്ള സാധനങ്ങൾ യൂട്രസിലോട്ട് കയറാം, കുഞ്ഞിൻ്റെ ശരീരത്തിൽ പോവാം, യൂട്രസ് കൺട്രാക്ട് ചെയ്യാതെ റിലാക്സ് ചെയ്യാം. കാര്യം നൈട്രസ് ഓക്സൈഡ് പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എപ്പിഡ്യൂറൽ അനാൽജീസിയക്കകത്ത് യൂട്രസുമായിട്ട് കുഞ്ഞിനുമായിട്ട് യാതൊരു പ്രശ്നവും വരില്ല, രോഗിക്ക് BP ഫോൾ വരുന്നില്ല, രോഗി ഉറങ്ങിപ്പോകുന്നില്ല, അതുകൊണ്ട് സാച്ചുറേഷൻ അല്ലെങ്കിൽ രക്തത്തിലെ ഓക്സിജൻ്റെ അംശം ഒട്ടും കുറയുന്നില്ല. അതുകൊണ്ട് വളരെ സേഫായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതിന് ആകപ്പാടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രോഗി വശത്തു നിന്ന് വരുന്നത് ഇതിൻ്റെ പ്രസവത്തിൻ്റെ സമയം കൂടി പോവാം. പ്രസവം ചിലപ്പം സിസേറിനായി മാറാം, നോർമൽ ഡെലിവറി ചിലപ്പോൾ ഒരു പക്ഷേ സിസേറിനായി മാറാനുള്ളൊരു സാധ്യതയും കൂടെ കാണാം. ഇത് മാത്രം ഇത് ഏത് രോഗിയാണോ പെയിൻലെസ് ലേബർ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ അനാൽജീസിയയ്ക്കായിട്ട് ഡോക്ടറെ സമീപിക്കുന്നത്, ആ രോഗി ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി എപ്പിഡ്യൂറൽ അനാൽജീസിയെക്കുറിച്ച് ഇനി കൂടുതലായി പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹോസ്പിറ്റലിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് നോക്കണം. കാര്യം ഏത് ആശുപത്രിയിലാണ് നിങ്ങൾ ഈ പ്രസവത്തിന് പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഒന്ന് ആശുപത്രിക്കകത്ത് ഇതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? പല ആശുപത്രികളിലും ഇപ്പം പ്രസവം നടക്കുന്ന ആശുപത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ WNCകളും അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും മാത്രമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രസവം നടക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മുതൽ താലൂക്ക് ലെവലിലുള്ള ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ വരെ പ്രസവം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഈ എപ്പിഡ്യൂറൽ അനാൽജീസിയ കൊടുക്കാൻ പാടില്ലേ അല്ലെങ്കിൽ പെയിൻലെസ് ലേബർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം. ആരും ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ രോഗികളുടെ എണ്ണം ക്രമാതീതമാകുമ്പം ഇത് നോക്കാനായിട്ടുള്ള ഡോക്ടർമാരുടെ എണ്ണവും അതനുസരിച്ച് കൂടേണ്ടതുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ജില്ലാ CHCകളിലുമൊക്കെ പ്രസവം നടക്കുന്ന സ്ഥലങ്ങളിൽ എപ്പിഡ്യൂറൽ അനാൽജീസിയ ആരും പറയാത്തത്. പക്ഷേ WNC ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ വ്യക്തമായിട്ട് ഇപ്പോഴും ലേബർ അനാൽജീസിയ അല്ലെങ്കിൽ വേദനയില്ലാ പ്രസവം വളരെ സുലഭമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മരുന്നിനെക്കുറിച്ച് പറയാം. എത്ര മരുന്നാണ് ഇതിന് കൊടുക്കേണ്ടി വരുന്നതെന്ന്. യൂഷ്വലി നമ്മൾ ഈ ലേബർ അനാൽജീസിയയ്ക്ക് കൊടുക്കുന്ന മരുന്ന് എപ്പോഴും അതും ഒരു സംശയമാണ്. നിങ്ങളൊരു അനസ്തേഷ്യയ്ക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെയാണോ അനാൽജീസിയയ്ക്കായിട്ട് കൊടുക്കുന്നതെന്ന് പലർക്കും സംശയം തോന്നാറുള്ളതാണ്. പക്ഷേ അനസ്തേഷ്യയ്ക്ക് കൊടുക്കുന്ന മരുന്നാണെങ്കിൽ അതിൻ്റെ ഡോസ് വളരെ കുറവാണ്. അതുപോലെ അടുത്ത കൊടുക്കുന്ന ഒരു സാധനം ഓപ്പിയോയിഡ്സ് എന്ന് പറയും. ഓപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പേരെന്ന് പറഞ്ഞാൽ മോർഫിൻ, പെത്തഡിൻ എന്നൊക്കെ പറയുന്ന ഒരു തരം ഓപ്പിയോയിഡാണ്. അതിനകത്തെ ഏറ്റവും ചെറിയതായിട്ട് എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറവും പൊട്ടൻസിയിലും കുറവുള്ള ഒരു ഫെൻഡാനിൽ എന്ന് പറയുന്ന സാധനമാണ് ഫെൻഡാനിൽ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ എപ്പിഡ്യൂറൽ അനാൽജീസിയയ്ക്കായിട്ട് ഈ ലേബർ അനാൽജീസിയ സമയത്ത് എപ്പിഡ്യൂറൽ സ്പേസിൽ ഇടുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പേഷ്യൻ്റ് ലേബർ റൂമിൽ വരുമ്പോഴേ ഇത് ഇട്ട് വെക്കാനുള്ള കാരണവും ഇതാണ്. വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിടന്നു കൊടുക്കാൻ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇരുന്ന് കൊടുക്കാൻ, ഇത് കുത്തി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പ്രധാനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്പൈനൽ അനസ്തേഷ്യ തരുന്നത് അതുപോലെ തന്നെയാണ് എപ്പിഡ്യൂറൽ അനാൽജീസിയയ്ക്കായിട്ട് നമ്മൾ കുത്തുന്നത്. അത് എപ്പിഡ്യൂറൽ സ്പേസിൻ്റെ പുറത്താണ് കിടക്കുന്നത്, എന്ന് വെച്ചാൽ ഡ്യൂറയ്ക്ക് അകത്തോട്ട് നീഡിൽ കയറുന്നില്ല, മരുന്ന് കയറുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡ്യൂറയ്ക്ക് പുറത്ത് മരുന്ന് വളരെ വ്യക്തമായിട്ട് ഓരോ ലെവലിനനുസരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ കൊടുക്കുന്ന മരുന്ന് വളരെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഒരു 3-4 മണിക്കൂർ വരെ രോഗിക്ക് ഒരു വേദനയില്ലാതെ നടക്കാൻ പറ്റും. രോഗിയെ ഞങ്ങൾ നടത്തി വിടാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടെ അവരുടെ ലേബർ പ്രോഗ്രസ് ചെയ്യാനായിട്ട്, അല്ലേ, യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നത് കൂടാനും യൂട്രസിൻ്റെ മുഖം അല്ലെങ്കിൽ സെർവിക്സ് ഡയലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് രോഗികളെ നടത്താറുണ്ട്, വാക്കിംഗ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ആ വേദന കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സെൻറ്റിമീറ്റർ ഡയലറ്റേഷനും ഒരു 45 സെക്കൻഡ് ഓരോ 3 മിനിറ്റിലും ലാസ്റ്റ് ചെയ്യുന്ന യൂട്രൈൻ കൺട്രാക്ഷനും വരുന്ന സമയമായിരിക്കാം അത് ആക്റ്റീവ് ഫേസിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ച് ആദ്യം കൊടുത്ത മരുന്നിനെ ഒരു ടോപ്പപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ആ കൊടുക്കുന്ന ഡോസിൽ നിന്ന് ഒരു ചെറിയ ഡോസ് കൂടുതൽ, അതേപോലെ തന്നെ എപ്പിഡ്യൂറൽ കാത്തീറ്റർ നമ്മൾ പേഷ്യൻ്റെ ശരീരത്തിൽ ഒട്ടിച്ച് വെച്ചേക്കുക. അതിനകത്തൂടെ നമ്മൾ ബാക്കി മരുന്ന് കൊടുക്കുമ്പം ആ മരുന്നും അവിടെ എത്തുന്നു, അത് ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്റ്റേജിലും പ്രസവം കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായി യാതൊരു വേദനയില്ലാതെ ആ ലോക്കൽ സ്ഥലത്ത് ഇഞ്ചക്ഷൻ പോലും ഇല്ലാതെ പ്രസവത്തിന് ശേഷം നമുക്ക് എപ്പിസിയോട്ടമി അല്ലെങ്കിൽ പ്രസവത്തിനായി ഉണ്ടാക്കുന്ന മുറിവ് തുന്നുന്നത് പോലും വേദനയില്ലാതെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ വേദനരഹിത പ്രസവമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതെന്താണെന്ന് പറയാൻ ഇതാണ്. ഇത് ഏതൊക്കെ ആശുപത്രികളുണ്ട്, ഇത് ചോദിക്കുമ്പം രോഗിയായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നിവയാണ് ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്.
ഡോക്ടർ, ഈ ഒരു രീതി എല്ലാവർക്കും സാധ്യമാണോ? അതുപോലെ ഈ വേദനരഹിത പ്രസവത്തിനായി സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേദനരഹിത ശസ്ത്രക്രിയ പ്രസവം ആർക്കൊക്കെയാണ് എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യമാണ്. ആർക്കൊക്കെ ഉപയോഗിക്കാം? ഇതിനങ്ങനെ ആർക്ക് എന്ന് പ്രത്യേകിച്ചില്ല. ഏത് രോഗിക്ക് വേണമെങ്കിലും രോഗിയുടെ ആവശ്യമനുസരിച്ച് അങ്ങോട്ട് ചോദിക്കാം, എനിക്ക് വേദനരഹിതമായിട്ട് പ്രസവിക്കണം എന്ന് ഒരു ഡോക്ടറോട് ചോദിക്കാനുള്ള എല്ലാവിധ അവകാശവുമുണ്ട്. രോഗിക്ക് ആവശ്യപ്പെടാം, എനിക്ക് വേദനരഹിതമായിട്ട് ചെയ്യണം. ഇനി അത് കൂടാതെ വേറൊരെണ്ണമുണ്ട്, ഡോക്ടർക്ക് തീരുമാനിക്കാം ഏത് രോഗിക്കാണ് വേദനരഹിതമായിട്ട് ശസ്ത്രക്രിയയ്ക്ക് പോകണം എന്നുള്ളത്. അത് പ്രധാനമായി ശ്രദ്ധിക്കുന്നത് എങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ള രോഗികൾ, ഹൃദയത്തിന് പല പ്രശ്നങ്ങളുള്ള രോഗികൾക്കും വേദന വരുമ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ് വളരെയധികം കൂടുന്നു അല്ലേ. പൾസ് റേറ്റ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഹാർട്ടിനുണ്ടാകുന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ പുറത്തോട്ടുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് കുറയുന്നു. അത് അവരെ സാരമായി ബാധിക്കുന്നു. നമ്മൾ പറയും ചിലർക്ക് കാർഡിയാക് ഫെയിലിയറിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഹാർട്ട് നിന്നു പോകുന്നു പ്രസവ സമയത്തെന്നൊക്കെ പറയാം. അപ്പം ഇത് ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിൻ്റെ കാരണം വേദനയാണ്. അപ്പം ഇത്തരം രോഗികളിൽ വേദനരഹിത പ്രസവത്തിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്താണ് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഹൃദയത്തിന് അസുഖമുള്ള രോഗികളാണ്, അവർക്ക് പ്രത്യേകിച്ച് ഇതുപോലെ നമ്മൾ പറയുമ്പോൾ വാൽവുലാർ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അതിനായിട്ട് സ്റ്റീനോട്ടിക് ഹാർട്ട് ഡിസീസ് പോലുള്ള സ്ഥലങ്ങളിൽ വേദന വന്നു കഴിയുമ്പം അവർക്ക് എപ്പോഴും സാധ്യത വളരെ കൂടുതലാണ്. പ്രസവത്തിൻ്റെ യൂഷ്വലി വരുന്നത് പ്രസവത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രസവം തുടങ്ങുന്ന സമയത്തൊക്കെ അവർക്ക് കാർഡിയാക് ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് പ്രവർത്തനരഹിതമായി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന വരുമ്പോൾ ഉണ്ടാകുന്ന ഹാർട്ട് റേറ്റ് കൂടുതലാണ്. അപ്പം വേദനരഹിത അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ അനാൽജേസിയ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇവരുടെ വേദന ഇല്ലാതാവുന്നതോടുകൂടി ഈ ഹാർട്ട് റേറ്റിൽ വരുന്ന ചേഞ്ചും അവരെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊന്ന്. ഇനി രണ്ടാമത് നമ്മളിത് ഉപയോഗിക്കാൻ ഇത് ഡോക്ടർ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സൈക്യാട്രിക് പേഷ്യൻ്റ് അല്ലേ, ഒരു മാനസിക രോഗമുള്ളൊരു പേഷ്യൻ്റ് ഒരു ഡെലിവറിക്ക് വരുന്നു. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സാധാരണ യുക്തിയിൽ ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരു മനോരോഗമുള്ള രോഗിയെ നമ്മളൊരു ലേബർ റൂമിനകത്ത് കൊണ്ടുവന്ന് പ്രസവിപ്പിച്ച് വിടുന്നുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും രോഗിയെ കിട്ടത്തില്ല. രോഗി കട്ടിലിന് മുകളിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. രോഗിയെ കിടത്താനോ അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ആക്റ്റീവ് ഫേസിനകത്ത് പ്രസവിപ്പിക്കാനോ വളരെ ബുദ്ധിമുട്ടാണ്. പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വേദന വന്നു കഴിയുമ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ്. അത്തരം രോഗികളിൽ നമുക്ക് വളരെ വിജയകരമായി ചെയ്യാൻ പറ്റും എപ്പിഡ്യൂറൽ അനാൽജേസിയ. കാര്യം വേദനയില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം സൈക്യാട്രിക് ഡിസീസ് ഉള്ളവർക്കും ഹാർട്ടിന് അസുഖമുള്ളവർക്കും വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ സേഫായി ഡോക്ടർ തന്നെ അങ്ങോട്ട് ഇടപെടുകയാണ്. പറഞ്ഞോളൂ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, കൂർക്കഞ്ചേരിയിൽ നിന്ന് ശ്രീരാഗിണിയാണ്. ശ്രീരാഗിണി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഈ സൗകര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വരുമോ എന്ന് അറിയാനാണ് എന്റെ മരുമകൾക്ക്. ബാക്ക് പെയിൻ വരുമോ എന്ന് ഈ അനസ്തേഷ്യ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ? ഇത് പൊതുവെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇതിന് മാത്രമല്ല, ഞാൻ എൻ്റെ ഇതുവരെയുള്ള സർവീസിൽ ആദ്യം മുതലേ കേൾക്കുന്നതാണ് സ്പൈനൽ അനസ്തേഷ്യ കഴിഞ്ഞാൽ നടുവേദന വരുമോ. അത് സ്പൈനൽ അനസ്തേഷ്യ പോലെ ഒരു സാധനം തന്നെയാണ് എപ്പിഡ്യൂറൽ അനാൽജേസിയം. അപ്പം ഇത് പണ്ട് മുതൽ ആദ്യമേ കേൾക്കുന്ന, ഇത് കഴിഞ്ഞാൽ ഒരിക്കലും വരില്ല. കാര്യം ഇതിനകത്ത് നമ്മൾ നട്ടലിനകത്തോട്ട് കുത്ത് കയറുന്നില്ല. കാര്യം വേദന വരുന്നതെന്ന് പറഞ്ഞാൽ വെർട്ടിബ്രൽ ബോഡി എന്ന് പറയുന്ന ഭാഗത്ത് പോയി നമ്മൾ കുത്തുന്ന നീഡിൽ കുത്തി ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ വേദന വരുന്നത്. സാധാരണ എപ്പിഡ്യൂറൽ അനാൽജേസിയ കൊടുക്കുന്ന ആളുടെ നമ്മൾ ആ നട്ടലിനകത്തോട്ട് പോലും പോകുന്നില്ല. കാര്യം അതിൻ്റെ മെനിഞ്ചസ് ലെയറിൻ്റെ പുറത്തു മാത്രമേ നമ്മുടെ നീഡിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് പിന്നീട് നടുവേദന വരും എന്നുള്ളത് അത് സ്പൈനൽ അനസ്തേഷ്യയ്ക്കും വരാറില്ല, എപ്പിഡ്യൂറൽ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ളതിനും വരാറില്ല. ഇതൊരു കോമൺ ആയിട്ട് സാധാരണക്കാരുടെ ഇടയിൽ വരുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാര്യം നടുവിന് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നും നടുവേദനയായിരിക്കും എന്നുള്ളത്. അല്ലാതെ ഇതെടുത്തുകൊണ്ട് നടുവേദനയൊന്നും വരാറില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒന്നും കൂടെ ബാക്കി പിടിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ചോദിച്ചയാൾക്ക്. അപ്പം ആർക്കൊക്കെയാണിത് വേണ്ടതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഒരു മാനസിക രോഗമുള്ള ഒരാൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹാർട്ടിന് അസുഖം, വാൽവുലാർ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഒരു പരിധി വരെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരം രണ്ട് രോഗികൾക്ക് ഡോക്ടർ തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിക്കും, ഇതിന് നമുക്ക് പെയിൻലെസ് ലേബറിലോട്ട് പോവാം, അതായിരിക്കും നല്ലത് എന്ന് ഇങ്ങോട്ട് നിർദ്ദേശിക്കും. ബാക്കി ഏത് രോഗിക്കും ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെടാം, എനിക്ക് എപ്പിഡ്യൂറൽ അനാൽജേസിയ അല്ലെങ്കിൽ എനിക്ക് വേദനരഹിതമായിട്ട് പ്രസവിക്കണം എന്ന് ഡോക്ടറോട് ഏത് രോഗിക്ക് വേണമെങ്കിലും ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. പക്ഷേ എപ്പോഴും ഇത് ആവശ്യപ്പെടുമ്പോൾ ആലോചിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമേ ഇതിനു മുമ്പ് പറയുന്ന അതാണ്, പ്രസവ സമയം നീണ്ടു പോകാം. പലപ്പോഴും സംഭവിക്കുക, പ്രസവമുറിക്കകത്ത് അമ്മയെ കയറ്റിക്കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്നവർക്ക് ആവുന്നില്ലേ എന്നൊരു തോന്നൽ വരാം. അപ്പം ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരാൾ പ്രൈമി ആണെങ്കിൽ
അല്ലാത്ത പക്ഷം തന്നെ 8 മുതൽ 10 മണിക്കൂർ എടുക്കും. അപ്പം എപ്പിഡ്യൂറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ വേദനരഹിത പ്രസവമാണെങ്കിൽ സമയം കുറച്ചും കൂടെ നീണ്ടുപോകാം. അത് മൾട്ടിപ്പാരയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പ്രസവമായ ആളാണെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ എടുക്കും. എപ്പിഡ്യൂറൽ അനാൽജേസിയ വഴി പ്രസവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10 മണിക്കൂർ എടുക്കാം, സമയം നീണ്ടുപോകാം. അപ്പം ഈ കാര്യം മനസ്സിൽ വേണം. സാധാരണ സമയം കൊണ്ട് പ്രസവിക്കത്തില്ല, സമയം കൂടുതലെടുക്കും. രണ്ടാമത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ഇതിനെ സിസേറിനാക്കി മാറ്റേണ്ടി വരും. കാര്യം ഇതിനകത്തെ പ്രശ്നം ഇതാണ്, രോഗിക്ക് വേദനയില്ലാത്തത് കൊണ്ട് രോഗി യൂട്രസിൽ വരുന്ന കൺട്രാക്ഷൻ അനുസരിച്ച് രോഗി താഴോട്ട് ബെയറിംഗ് ഡൗൺ എന്ന് പറയും, രോഗിയെ മുക്കി കുഞ്ഞിനെ താഴോട്ട് ഇറക്കാനായി ശ്രമിക്കണം ഗർഭിണി. അപ്പം വേദന വരാത്ത സാഹചര്യത്തിൽ ആരും അതിന് ശ്രമിക്കാതെ കിടക്കാം. അങ്ങനെയുള്ള അവസരത്തിലും ഇതേ പ്രശ്നം വരാം. ഇതേപോലെ തന്നെ രോഗി പ്രസവിക്കാതിരിക്കാം. അത് ഒരു പരിധി കൂടുതൽ സമയത്തേക്ക് നീങ്ങുമ്പോൾ നമുക്കതിനെ സിസേറിനാക്കി മാറ്റേണ്ടി വരാം. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടി മാത്രം എനിക്ക് വേദനരഹിത ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ പ്രസവം വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാം. ഇന്നിത് വളരെ സുലഭമാണ്. പല ആശുപത്രികളുടെയും പരസ്യങ്ങളിൽ തന്നെ വേദനരഹിത പ്രസവം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് എല്ലാ സ്ഥലത്തും ചെയ്യുന്നതാണ്, മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രോഗികളുടെ എണ്ണം കൂടുമ്പം അത്രയും രോഗികളെ ഇതേപോലെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. സാധാരണ പ്രസവ മുറിക്കകത്ത് ഒരു രോഗിക്കും പൂർണ്ണമായി മുഴുവൻ സമയവും ബിപിയും പൾസും എല്ലാം ഹാർട്ട് റേറ്റും ECGയും വെച്ച് നോക്കാറില്ല. പക്ഷേ നമ്മൾ എപ്പിഡ്യൂറൽ അനാൽജേസിയ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വേദനരഹിത പ്രസവത്തിനായി പോകുമ്പോൾ എപ്പിഡ്യൂറൽ അനാൽജേസിയ കൊടുക്കുന്ന സമയത്ത് അത്തരം രോഗികൾക്ക് നമ്മൾ ആ രോഗി കിടക്കുന്ന സമയം മുഴുവൻ അവരുടെ ബിപിയും സാച്ചുറേഷനും ഹാർട്ട് റേറ്റും എല്ലാം നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതിനായി ഒരു പൂർണ്ണമായി ആ സമയത്ത് അവരുടെ കൂടെ ഒരു അനസ്തേഷ്യ ഡോക്ടറും കാണും. ഇത്തരം പ്രസവങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു നല്ല ക്ലോസ് ആയിട്ട് അവരെ മോണിറ്റർ ചെയ്തായിരിക്കും പ്രസവത്തിനായിട്ട് നീങ്ങുന്നത്. അവർക്ക് വേദനയും കാണത്തില്ല. അപ്പം എന്തുകൊണ്ടും പ്രസവം എന്ന് പറയുന്നത് ഒരു വേദനയുള്ള കാര്യം. പുതിയ തലമുറയിലോട്ട് വരുമ്പോഴേ പ്രസവിക്കുക എന്ന് പറയുന്നത് ഇപ്പം പലർക്കും പേടിയാണ്. കാര്യം വേദന എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം എപ്പിഡ്യൂറൽ അനാൽജേസിയയുടെ എന്തുകൊണ്ടാണ് ഈ വേദനരഹിത പ്രസവ രീതി ഇത്രയും പോപ്പുലർ ആകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന റീസൺ തന്നെ ഇതാണ്. വേദനയില്ല എന്ന് ഓർക്കുമ്പം ആളുകൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരുന്നു. അവർക്ക് പ്രസവിക്കാനായി പോകുമ്പോഴയ്യോ എനിക്ക് വേദന ഉണ്ടാവുമോ എങ്ങനെയാണ് എന്നുള്ള തോന്നൽ മാറിക്കിട്ടും. അവർക്ക് ധൈര്യമായിട്ട് ലേബർ റൂമിനകത്തോട്ട് കയറാം. കാര്യം ഏതൊരു രോഗിയും ലേബർ റൂമിലോട്ട് വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്ത വളരെ വികടമാണ്. നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം, പലരും കരഞ്ഞുകൊണ്ടാണ് ലേബർ റൂമിലോട്ട് വരുന്നത്. കാര്യം ഇനി ഞാൻ അനുഭവിക്കാൻ പോകുന്ന വേദന എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കാലമാണ്, എല്ലാവരും യൂട്യൂബിനകത്ത് കാണുന്നു പല കാര്യങ്ങളും. വരുന്ന എല്ലാ രോഗികളും ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് അടുത്ത ഭയങ്കരമായൊരു വേദന എനിക്ക് വരാൻ പോവുകയാണ് കുറച്ച് സമയം. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ലേബർ റൂമിനകത്തോട്ട് വരുന്നത്. അപ്പം ഈ എപ്പിഡ്യൂറൽ അനാൽജേസിയ അല്ലെങ്കിൽ വേദനരഹിത പ്രസവം കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് മുൻപോട്ട് കോമണായി വരുവാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് അല്ലെങ്കിൽ രോഗിക്കോ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ലേബർ റൂമിനകത്ത് വരാം. പ്രസവിച്ച് കുഞ്ഞിനെ വളരെ കാര്യമായിട്ട് നോക്കി എടുത്തുകൊണ്ട് പോകാം. യാതൊരു ടെൻഷനും കാണത്തില്ല. ആ ഒരു ചെയിൻ ഓഫ് ഈ ഓരോ പേടിയും വേദനയും കരച്ചിലും ഇതെല്ലാം മനുഷ്യൻ്റെ ആയുസ്സിനും മനുഷ്യൻ്റെ സന്തോഷത്തിനും ബ്രെയിനിനകത്ത് ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് അല്ലേ. ഓരോ വേദന വരുമ്പോഴും ബ്രെയിനിനകത്ത് ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം ഹാംഫുൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അത് മനുഷ്യൻ്റെ BPയിൽ വ്യത്യാസം വരുത്താം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പം ഇതെല്ലാം മാറും. അതുകൊണ്ട് തന്നെ വേദനരഹിത പ്രസവം എന്ന് പറയുന്നത് വളരെ മുൻപോട്ട് ഇനിയും വളരെ വളരെ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോഴും പലർക്കും അത് അങ്ങോട്ട് വേണോ എന്നുള്ളതൊരു സംശയമാണ്. ഒരു പേഷ്യൻറ്റിനോട് നിങ്ങൾക്ക് പെയിൻലെസ് ലേബർ അഡ്വൈസ് ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുന്നത് വേണോ ഡോക്ടറെ, ഇത് നടക്കുമോ എന്നുള്ളതാണ്. അപ്പം ഇത് കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി ആളുകൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേദനയില്ലാതെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ 2 അമ്മമാരങ്ങനെ പ്രസവിച്ചാൽ മൂന്നാമത്തെയാൾക്ക് അതൊരു പ്രചോദനമാണ്. എനിക്കും ധൈര്യമായിട്ട് വേദനയൊന്നും ഇല്ലാതെ പ്രസവിക്കാനുള്ള തോന്നൽ അവർക്ക് വരും. അവർക്കൊരു ധൈര്യം വരും, ഒരു കോൺഫിഡൻസ് വരും. അതുകൊണ്ട് എന്തുകൊണ്ടാണെങ്കിലും ഇതൊരു വളരെ നല്ല രീതിയാണ്. ഇത് മുൻപോട്ട് തന്നെ ഇത് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വ്യക്തമാണ് ഡോക്ടർ. ഈ വേദനരഹിത പ്രസവത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഈ ഒരു ഇഞ്ചക്ഷനെ കുറിച്ച് പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സങ്കീർണതകളോ പാർശ്വഫലങ്ങളോ ഉണ്ടോ? ഇതിൻ്റെ പാർശ്വഫലം പ്രധാനമായി വരുന്നത് ഇതാണ്, ഇത് സിസേറിനായി മാറാം. സിസേറിനായി മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പാർശ്വഫലം. സമയം നീണ്ടുപോകുന്നത് കൊണ്ടും പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഇല്ലാതെ വരുന്നതുകൊണ്ടും ഈ വേദനരഹിത പ്രസവം അവസാനം അത് സിസേറിയൻ സെക്ഷനിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും അല്ല, വളരെ ചുരുങ്ങിയ
സമയത്ത് മാത്രമേ ഇത് സിസേറിനായി മാറാനുള്ള സാധ്യതയുണ്ട്. 2, ഇത് ചെയ്യുന്ന ഡോക്ടറുടെ കഴിവ് വളരെ അത്യാവശ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആശുപത്രികളിലൊക്കെ അത്തരം വിദഗ്ധന്മാരാണുള്ളതെന്നുള്ളത് വിശ്വാസമാണ്. കാര്യം ഒരു ജൂനിയർ ഡോക്ടർക്ക് കൊണ്ട് ഈ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് എപ്പിഡ്യൂറൽ ഇടുക എന്നുള്ളത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വളരെ വിദഗ്ധനായ ഒരാളുടെ കയ്യിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. മൂന്നാമത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ലേബർ റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സൈഡ് റൂം, ഈ 2 സ്ഥലവും വളരെ ശുദ്ധമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഡൺ അണ്ടർ എ സ്ട്രിക്റ്റ് അസെപ്റ്റിക് പ്രിക്കോഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവിധ അണുവിമുക്തമായ രീതിയിലാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ എന്തൊക്കെയാണെങ്കിലും സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള മേഖലയിലോട്ടാണ് നമ്മുടെ നീഡിൽ കയറുന്നത്. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന് മെനിഞ്ചൈറ്റിസും ബ്രെയിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് ഇപ്പം പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഏത് ആശുപത്രികളിലാണെങ്കിലും ഒരു ഓപ്പറേഷൻ സമയത്തുണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും കൂടെ മാത്രമാണ് നമ്മുടെ എപ്പിഡ്യൂറൽ അനൽജേസിയ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇതിന് മറ്റ് പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയാനില്ല. ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും ആലോചിച്ചിരിക്കണം. ഏറ്റവും പ്രധാനം ഞാൻ വീണ്ടും എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും വീട്ടുകാർക്കും വ്യക്തമായി അറിഞ്ഞിരിക്കണം സമയം കൂടുതലെടുക്കാം. 2, ഏത് സമയം വേണമെങ്കിലും ഇത് സിസേറിനായി മാറാം. ഈ 2 കാര്യം ഗർഭിണിയും അറിഞ്ഞിരിക്കണം, ഗർഭിണികളുടെ വീട്ടുകാരും നിർബന്ധമായി അറിഞ്ഞിരിക്കണം. വേദനരഹിത ശസ്ത്രക്രിയ പ്രസവത്തിനായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോൾ ഈ 2 കാര്യം അറിഞ്ഞിരിക്കണം. വേദനരഹിത പ്രസവത്തെക്കുറിച്ചും എപ്പിഡ്യൂറൽ അനാൽജേസിയെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേർന്നത് മലപ്പുറം നിലമ്പൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ PG പ്രവീൺ ആണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.